ഹലോ, എൻ്റെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഇന്നത്തെ കാലാവസ്ഥ നല്ല വെയിലുണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ ഇടയിൽ മഴക്കാറൊക്കെ വന്ന് അങ്ങനെ രണ്ടും കൂടി ആയിട്ട് കളിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ അതൊക്കെ. പിന്നെ പുതിയൊരു വിശേഷം, ഇത് നമ്മുടെ 15 വർഷമായ സ്പീക്കറാണ്. പക്ഷേ മാഷാ അല്ലാ അത് വലിയ കുഴപ്പമില്ലാതെ ഒരു കേടുപാടില്ലാതെ പാടിക്കൊണ്ട് നിന്നതാണ്. അപ്പോൾ ഇവർക്കതൊന്നും പറ്റില്ല. ഇപ്പോൾ മോൾക്ക് പുതിയൊരു സിസ്റ്റമൊക്കെ സൗണ്ട് ബാറൊക്കെ വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഇപ്പോൾ വാങ്ങിച്ചു കൊടുത്തേക്കണ്. ഉപ്പ മുളക്കാട്ടി കഷ്ടമാണ്, മുളക്കാട്ടി കഷ്ടം മോളുമാണ്, അല്ല ഉപ്പനെക്കാട്ടി കഷ്ടം മോളുമാണെന്ന് പറയും. ഇവർക്ക് ഉണ്ടാക്കും ഈ പാട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. മോനിക്ക് അത്ര ഒരു ക്രേസിങ് ഇല്ല, പക്ഷെ ഇവർ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഒരു എന്താ പറയുക, അവർക്ക് ചോറുന്നുമ്പോൾ ചായ കുടിക്കുമ്പോഴൊക്കെ പാട്ട് വെച്ചാൽ അത്രയും ഇഷ്ടമാണ്. മോൾക്ക് പണിയെടുക്കുമ്പോൾ വരെ സത്യം പറയുകയാണെങ്കിൽ ഈ പാട്ട് വെച്ചുകൊണ്ട് ചെയ്താൽ പണിയൊക്കെ എന്ത് സ്പീഡിൽ പോകുമെന്ന് അറിയോ. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു ഇഷ്ടമാണല്ലോ. എൻ്റെ ഹസ്ബൻഡിൻ്റെ അതിനേക്കാളും ഇഷ്ടമാണ്. അപ്പം അതൊക്കെ താഴേക്ക് പഴയതൊക്കെ താഴേക്ക് ആക്കി മുകളിൽ പുതിയതൊക്കെ വെച്ച് ടി വിയിലേക്കൊക്കെ കണക്ഷൻ ചെയ്ത് ഇവർ ഭയങ്കര സൗണ്ടിലൊക്കെ പാട്ട് വെച്ചിരിക്കണം കേട്ടോ. അത് കോപ്പി റൈറ്റ് കിട്ടും വിചാരിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഇതൊന്നും കേൾപ്പിക്കില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി എൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്, ചോറും കറിയും പിന്നെ ക്ലീനിങ്ങും അങ്ങനെയൊക്കെ ആയിട്ടുള്ള. അവരത് നോക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ പണികളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ അതും അതിൻ്റെ ഇടയിൽ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ എന്തായാലും എൻ്റെ ഡേ ലൈഫിൽ ചോറും കറിയും അങ്ങനെയുള്ളതൊന്നും വെക്കുന്നത് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇതാ എൻ്റെ കായിട്ടുണ്ട്, നല്ല ഫ്രൈയും പിന്നെ അതുപോലെ പച്ചക്കറി, കടുമാങ്ങ, ചോറ് അങ്ങനെയൊക്കെയുള്ള എല്ലാം ആയി. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കട്ടെ. പിന്നെ അതിൻ്റെ ഇടയിൽ ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നും ഒരു ചെറിയ ചക്ക കൊണ്ടുവന്നിരുന്നു. പഴുത്തതാണ് വിചാരിച്ചിട്ടാണ്, പക്ഷേ മുറിച്ച് നോക്കിയപ്പോൾ നല്ല അടിപൊളി പച്ച ചക്ക. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ പണിയാണ് കേട്ടോ അതൊക്കെ. അത് മുമ്പിലാളെൻ്റെ ഉരിച്ച് പണി ഇതൊക്കെ ആക്കിയതായതുപോലെ വൈകുന്നേരത്തെ സ്നാക്സിന് നമുക്കിത് പൊരിച്ചിട്ട് കട്ടൻ ചായൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ തന്നെ ഇതൊക്കെ പ്രിപ്പറേഷൻ ചെയ്യാം കേട്ടോ. ഞാൻ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല, ചക്ക മുറിക്കാനും പിടിക്കാനൊന്നും, പക്ഷേ എൻ്റെ കൈ കൊണ്ട് പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നല്ല രസത്തിൽ മൂപ്പരാൾ എന്തായാലും അത് വറുത്തെടുത്തുക്കണ്. നമ്മൾ ബേക്കറിയിലൊക്കെ കിട്ടുന്ന അതേപോലെ തന്നെ ഉണ്ട്, കറുമുറാന്നല്ലാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്നൊക്കെ ചെയ്ത് നോക്കേണ്ടി, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എന്നത് കുഞ്ഞൊരു വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയണ മാതിരി എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് തന്നെ വരയ്ക്കും. എല്ലാവരോടും ബൈ.